ഹായ് ഫ്രണ്ട്സ്, കല്ലു സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു കേശു ഇഷ്ടപ്പെട്ട കാഴ്ചയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാധനം, ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് കമ്പിളി നാരങ്ങ എന്നാണ് ഞങ്ങളോട് അത് പറയുന്നത്. ഇത് ഞാനൊരു പീസ് ഒരാൾ തന്ന് കഴിച്ചിട്ടുണ്ട്. കേശുവാണെങ്കിൽ അങ്ങനെയും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കട്ട് ചെയ്യാനും പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ അകത്ത് എങ്ങനെയാ, ഏത് കളറാന്നൊക്കെ ഉള്ളത് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ പുറം തോല് നല്ല പോലെ ചെത്തി കളയണം, അല്ലെങ്കിൽ ഇത് കഴിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുറം തോല് നല്ലപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. നല്ല ഓറഞ്ചിന്റെ മണമൊക്കെയാണ് വരുന്നത്. ഇതിന്റെ അകം ഓറഞ്ച് പോലെ തന്നെ ഇരിക്കുക. നമ്മ ഒരിക്കൽ ഇതിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും അതുപോലെ തന്നെ ഇരുന്നു. ഓറഞ്ച് ഉണ്ടല്ലോ, അതുപോലെ പഞ്ഞി പോലെ ഇരിക്കും. ഇത് തൊലി, എൻ്റെ പുറം തൊലി വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫുള്ള് ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി. നമ്മൾ കടയിൽ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിരിക്കണ കണ്ടിട്ടുണ്ട് നേരത്തെ. നമ്മുടെ വീട്ടിൻ്റെ കുറച്ചടുത്തുണ്ടായിരുന്നു. അപ്പോഴും കേശൊന്നും ഇല്ല, കേശൊന്നും ജനിച്ചില്ല. ചേച്ചി ജനിച്ചു, ചേച്ചിയും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. അവിടുന്ന്? 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും തോന്നിൻ്റെ പുറം തോലാണ് ശരിക്കും നല്ല സോഫ്റ്റായിട്ട് നല്ല വണ്ണം വെച്ചിരിക്കണം. തോല് കട്ടി, ഇതിൻ്റെ അകം പഞ്ഞു പോലെ ഇരിക്കുന്നു. കൈ കഴിച്ച് കൈ കൊണ്ടിടല്ലേ. കൈ എടുക്ക്. ഇത് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെയാണ് പറയണത് ഇത് കഴിച്ചാൽ. ഇവിടെ തന്നെ ഈ കമ്പിളി നാരങ്ങ എന്ന് പറയും. വേറെ നീ പേരുണ്ടോന്ന് അറിഞ്ഞൂടാ. മുമ്പിന് അങ്ങനെ നമ്മൾ പുറം തോലൊക്കെ അത്യാവശ്യം എല്ലാം കളഞ്ഞിട്ടുണ്ട്. പുറം തോല് മാത്രമല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളൂ. ഇത് അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓറഞ്ച് പോലെ ഇരിക്കണം കേട്ടോ. അകത്ത് കുരു ഉണ്ടോ? ഉണ്ട്, കുരു ഇരിക്കും. ഓറഞ്ച് പോലെയാ കാണാനിരിക്കുന്നത്. നല്ല ഓറഞ്ചിന്റെ വലിയ അല്ലികളാണ്. വലിയ അല്ലി ഓറഞ്ചിന്റെ ഒക്കെ. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. വയറ്റില്ലെന്ന് തോന്നുന്നു. ഒന്നും അറിയത്തില്ല, പുളിപ്പൊന്നുമില്ല. ഇതിന്റെ വേറൊരു ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. അന്ന് ഞാനും കഴിച്ചപ്പോൾ അതല്ല, ഇനിയിപ്പം ചെറിയ പുളിയൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല. ഇത് ജ്യൂസ് അടിക്കാനും കൊള്ളാം. ജ്യൂസ് അടിക്കാനും കൊള്ളാം. ഇത് ഓറഞ്ചിന്റെ അല്ലികൾ പോലെയാണ് ഇരിക്കുന്നത് കാണാൻ.
അതുപോലെ തന്നെ ഓരോരോ പീസായിട്ട് ഇങ്ങനെ ഓരോ പീസായിട്ട്. ഭയങ്കര കട്ടിയല്ലേ? നല്ല നല്ല കട്ടിയുണ്ട്. കഴിക്കാൻ ഇത് അത്ര മധുരമില്ല. ചേട്ടൻ മനസ്സാ നല്ല വിളഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമൊക്കെ കാണുമെന്നാണ് പറയുന്നത്. വിളഞ്ഞില്ല. ഇത് വിളഞ്ഞില്ല, അത്ര വിളഞ്ഞില്ല, അതുകൊണ്ടാണ് മധുരം കുറവെന്നാണ് പറയണത്. ഇത് നല്ല വിളഞ്ഞാൽ നല്ല മധുരമായിരിക്കും എന്നാണ്. നമ്മളിവിടെ കമ്പിളി നാരങ്ങാന്ന് പറയും. വേറെ പേരുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ കൊള്ളാം. കൊള്ളാം കേട്ടോ. ചില കല്ലുകൾ നല്ല മധുരമുണ്ട്, ചിലത് വേറെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഇത് വെറുതെ നമുക്കിന് ഓരോ പീസായിട്ട് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാൻ. വിളഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു വിളഞ്ഞില്ലെന്ന്. വിളഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരാൾ തന്നതല്ലേ, അപ്പം ഇതിനെ കുറിച്ച് അറിഞ്ഞൂടാ. അപ്പം ചേട്ടൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. അത്ര വിളഞ്ഞില്ല, വിളഞ്ഞ നല്ല ഇനിപ്പ് വേണമെന്നാണ് പറയണത്. കേശുവിന് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. കേശു എണീറ്റ് പോയി. കല്യാണി നേരത്തെ അപ്പുറത്തിന് 1-2 ദിവസം കഴിച്ചിട്ടുണ്ട്. അതിനൊക്കെ നല്ല മധുരമൊക്കെ ഉള്ളതായിരുന്നു. പുളിയും മധുരം എല്ലാം ഉണ്ട്. ആ കുറെ കൂടെ പുളിയും മധുരമൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവര് ഞാൻ ഇപ്പൊ തന്നെ ചെറിയ പുളിയും മധുരമൊക്കെ ഉണ്ട്. അതുകൊള്ളാം. കുറച്ച് കല്യാണി ആ ഒരു ടേസ്റ്റ് വെച്ചിട്ടാ ഇപ്പൊ കഴിക്കാൻ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നടന്നത്. ഇത് വേറെ വലിയ കുഴപ്പമില്ല. സോഫ്റ്റ് ആയിട്ടുണ്ട്, പഞ്ഞു പോലെ. അതെന്റെ പുറം തോലും ഒക്കെ നല്ല അങ്ങനെയായിരുന്നു. നല്ല സുഖം. ശരി, എന്നാ ഇത്രേ ഉള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമ്പിളി നാരങ്ങ മാത്രമേ പറയുക. ഇത് നമ്മുടെ നാട്ടിൽ കമ്പിളി നാരങ്ങ എന്നാണ് പറയണത്. നിങ്ങൾക്ക് വേറെ വല്ല പേരുകൾ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.